ഗുലാബി, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. മൂന്നാം ക്ലാസ് നമുക്ക് ഓണപ്പരീക്ഷ വരികയാണ് അല്ലേ? നമ്മൾ മൂന്നാം ക്ലാസ് പാഠപുസ്തകത്തിലെ 2 യൂണിറ്റുകൾ മക്കൾ പഠിച്ചില്ലേ? അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇപ്രാവശ്യം മൂന്നാം ക്ലാസ്സിലെ ചോദ്യപേപ്പറും എല്ലാ ക്ലാസ്സിലെ ചോദ്യപേപ്പറുകളും ചെറിയ വ്യത്യാസമുണ്ട്, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കല്ലേ? ഒന്നാമത്തെ, നഖ്താറുൽ കലിമാത്തുൽ മുനാസിബ ലി അൻത വ അൻതി വ നക്തുബുഹ. ഇവിടെ കുറേ വാക്കുകളുണ്ട് അല്ലേ? ഈ വാക്കുകൾക്ക് മുമ്പിൽ അൻതയോ അൻതിയോ വെക്കണം. അൻത ആരായിരിക്കും? ലിൽ മുദക്കർ അല്ലേ, ബോയിന്. വ അൻതിയോ ഗേളിന് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. റാഖിസത്ത്, ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടി. ഏതിലാ വരിക? പെൺകുട്ടിയാകുമ്പോ അൻതിയാണ് അല്ലേ? നമുക്കത് എവിടേക്ക് വരയ്ക്കാം? റാഖിസത്തിനെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം, ഇവിടെ കൊടുക്കാം അല്ലേ? സൈനബോ ഒരു ഗേൾ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ ഷബീറോ, അൻത ഷബീർ എന്നാ പറയുന്നത്, അപ്പൊ നമുക്ക് ഷബീർ ഇവിടെ എഴുതാം. ലിയ ഒരു ഗേൾ അല്ലേ? അൻതി ലിയ, നീ ലിയ ആണ്. രാഹുൽ ആരാ? രാഹുൽ ഒരു ബോയ് ആണ്, അപ്പൊ അൻത രാഹുൽ. ഖദീജ ഒരു ഗേൾ ആണല്ലേ, അപ്പൊ അൻതി ഖദീജ. ഹബീബ് ബോയ് ആണ്, അൻത ഹബീബ്. കാത്തിബ് ആരാ? എഴുത്തുകാരൻ, ബോയായ ആളല്ലേ, അപ്പൊ അൻത കാത്തിബ്. മുദർരിസ് അധ്യാപകൻ അല്ലേ, അപ്പൊ അൻത മുദർരിസ്. തൊബീബത്ത് ഡോക്ടറായ ലേഡി ഡോക്ടർ, അപ്പൊ നമ്മള് അൻതി തൊബീബ. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ വരച്ചത് ഈ വാക്കുകൾ ഓരോ പെട്ടിയിലായിട്ട് എഴുതിയാണ് വേണ്ടത്. സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അല്ലെങ്കിൽ, അതായത് എയോ അല്ലെങ്കിൽ ബിയോ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ബൈനൽ മുദർരിസി സിഫാത്തു ദാരിസീൻ, ബയ്യനൽ മുദർരിസു സിഫാത്ത ദാരിസീൻ. എന്താണ്? അധ്യാപകൻ കുട്ടികളുടെ ഗുണഗണങ്ങൾ പറഞ്ഞു. അപ്പൊ ഖാലൽ മുദർരിസ്, അധ്യാപകൻ പറഞ്ഞു, യാ ഫാത്തിമേ ഡാഷ് ദാരിസത്തുൻ മുമയ്യിദ. ഫാത്തിമയോട് പറഞ്ഞപ്പോ അതാണ് അധ്യാപകൻ ടീച്ചർ ഏത് വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും? ഫാത്തിമയല്ലേ, അപ്പൊ നമ്മള് അൻതയാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അല്ലേ? അൻതി ദാരിസത്തുൻ മുത്തമയ്യിസ, നീ ഒരു മിടുക്കനായ പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ വെറൈറ്റി. പിന്നെ യാ ഹംസ ആരാ? ബോയാണ് കേട്ടോ. ഹംസത്ത് എന്ന് പറഞ്ഞാൽ ഗേളാന്ന് വിചാരിക്കരുത്, ബോയാണ്. അപ്പൊ അൻത കാത്തിബ്. യാ ജമീല ഗേളാണ് അല്ലേ, അപ്പൊ നമ്മള് അൻതി ഖാരിഅ, നീ ഒരു വായനക്കാരിയാണ്. പിന്നെയോ യാ മീനുവിന് എന്ത് വരും? മീനു ആരാ? അൻതി അല്ലേ, അപ്പൊ മീനു അൻതി അല്ലേ. മീനു അൻതി റാഖിസ, നീ ഡാൻസുകാരിയാണ്. യാ ഷുഐബ് അൻതി നാഷിദ്, നീ പാട്ടുകാരനാണ്. യാ ഇവിടെ ഒരു ബോയുടെ പേര് വെക്കണം അല്ലെ, അൻതി ആയതുകൊണ്ട്. യാ മുഹമ്മദ് അല്ലെങ്കിൽ യാ ഫായിസ് അൻത ത്വാലിബും മിസാലി. ഇവിടെയോ യാ ഡാഷ് അൻതി എന്നാണ്, ഒരു ഗേളിന്റെ പേര് വെക്കണം അല്ലേ. യാ എന്ത് വെക്കാം? യാ റാഷിദ. യാ റാഷിദ അൻതി ആരാണെന്ന് പറയാം? അൻതി വേറെ ആരുടെയെങ്കിലും പേര്, വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വെക്കാം. അൻതി ദാരിസത്തുൻ ഷാത്തിറത്തുൻ, ഇതുപോലെ അൻതി ദാരിസത്തുൻ ഷാത്തിറത്തുൻ, അങ്ങനെയെങ്കിലും വാക്കുകൾ വെക്കാം കേട്ടോ. അപ്പൊ അത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 2, നക്തശിഫുൽ ഫിഅലുൽ മുളാരി മിനൻ നസ്, ഈ നസ്സിലെ ഫിഅലുൽ മുളാരി കണ്ടെത്തണം. ദഖല ത്വാലിബു ഇല സഫി, വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് വന്നു. ഫവജദ തുല്ലാബു യഅമലൂന ബിഅഅമാലിൻ മുതനവ്വിയ, അപ്പൊ വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്യാണ്? ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യാണ് അല്ലെ. ഇതിൽ യഅമലൂന മുളാരിയാണ് അല്ലേ. ഫകതബഹാ ഫി ദഫ്തരിഹി, അവള് അതെല്ലാം നോട്ടിൽ എഴുതി. റാഷിദ് എന്ത് ചെയ്യുന്നു? യഖറഉ, പാഠം വായിക്കുന്നു അല്ലേ. ഏതിന്റെ മുളാരിയാണത്?
ഇവിടെ ഖറഅ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് യഖറഉ ഖറഅയ്ക്ക് നേരെ എഴുതണം. ഖറഅ യഖറഉ. ഷംന എന്ത് ചെയ്യുന്നു? തജ്ലിസു ഇൻദ റാഷിദ, റാഷിദയുടെ അടുക്കൽ ഇരിക്കുന്നു. അപ്പൊ ജലസത്തിന്റെ മുളാരിയാണ് തജ്ലിസു, ഇവിടെ വരും അല്ലേ? മിയ തഹ്ഫദു നഷീദ, മിയ പാട്ട് കാണാതെ പഠിക്കുകയാണ്. തഹ്ഫദു അല്ലേ, ഗേളാണ്. അപ്പൊ ഹഫീളത്ത്, ഹഫീളത്ത് തഹ്ഫദു. തൊൽഹ എന്ത് ചെയ്യുന്നു? യക്തുബു അൽ ഹുറൂഫ്, ഹർഫുകൾ എഴുതുകയാണ്. അപ്പൊ കതബ യക്തുബു, അപ്പൊ യക്തുബു ഇവിടെ എഴുതണം അല്ലേ? പിന്നെയോ യർമി ഹംദ അൽ ഫളാത്ത ഫി സല്ലത്തിൽ മുഹമ്മലാത്ത്, ഹംദാന് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് ഇടുന്നു. അപ്പൊ റമ എന്നതിന്റെ മുദാരി യർമി ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെ മുദാരി എവിടെ എഴുതുന്നത് മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ പ്രവർത്തനം നസിൽ ബൈനൽ മുനാസിബൈൻ വനക്തുബ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഷറ, അഷറക്കം 10 അല്ലേ? അഷറ എങ്ങനെ വരയ്ക്കാം? സലാസൂൻ കം, സലാസൂൻ 30 അല്ലേ? എങ്ങനെ? സമാനൂൻ 80, ഖംസൂൻ 50, സബഊൻ 70. ഓക്കെ, ഇനി നമ്മൾ തിസഊൻ എങ്ങനെ എഴുതണം? 90 അല്ലേ? 90 അറബിയിൽ എഴുതണം. എങ്ങനെ എഴുതാം? ഇങ്ങനെയല്ല, നമ്മൾ 9 ഒരു കുത്തും കൂടി ഇടണം കേട്ടോ. 90. 100 100. അപ്പൊ നമ്മൾ ഒന്നിടുക, ഒരു കുത്ത്, വീണ്ടും ഒരു കുത്ത്, 100. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത പ്രവർത്തനം നഖറഉൽ ബയാൻ വനുഹവ്വിലുഹു ഇലാ ഹിവാർ, ഈ ബയാന് വായിച്ച് അതിനെ ഹിവാറാക്കി മാറ്റണം. ദാത്ത മസായിൻ അറാദ ബാബു ലിയദ്ഹബ ഇല സൂഖ്, ഒരു ദിവസം ബാബു സൂക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഫഖാല ലി ഉമ്മിഹി, ഉമ്മയോട് പറഞ്ഞു, ഉരീദു അൻ അദ്ഹബ ഇല സൂഖ്, എനിക്ക് സൂക്കിലേക്ക് പോകണം ഉമ്മ. ഫഖാലത്തിൽ ഉമ്മ പറഞ്ഞു, ലിമാദാ, എന്തിനാണ് പോകുന്നത്? ഖാല ഉരീദു അൻ അഷ്തരിയ കിതാബിൻ, എനിക്കൊരു എന്ത് വാങ്ങിക്കണം? ഒരു പുസ്തകം വാങ്ങിക്കണം. അർജിഉ ഫി സഅത്തിൽ ഖാമിസ, ഞാൻ 5 മണിക്ക് തിരിച്ചു വരാം. യാ ഉമ്മി, ഉമ്മ. ഓ മഈ സ്വദീഖി സാബു, എന്റെ കൂടെ ആരുണ്ട്? കൂട്ടുകാരൻ സാബു ഉണ്ട്. അപ്പൊ എങ്ങനെ ഇത് വരും? ബാബു ഉമ്മയോട് ആദ്യം എന്തുവെന്ന് പറയും? ഈ പാരഗ്രാഫിൽ വാക്ക് യൂസ് ചെയ്യണം. ഏതാണ്? ഇവിടെ സബാഹൽ ഖൈർ, മസാൽ ഖൈർ, അസ്സലാമു അലൈക്കും ഒന്നും വേണ്ട കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് എഴുതാം. എന്ത് എഴുതാം? ആ നേർക്ക് നേരെ എഴുതാം. ആദ്യം എന്ത് പറയണം? എന്താണ്? ഉമ്മയോട് പറഞ്ഞു എന്ത്? ആദ്യം പറയണ ആരാ? ബാബുവാണ്. ബാബു എന്താ ഉമ്മയോട് പറഞ്ഞത് ആദ്യം? ഉരീദു അല്ലേ? ഇത്ര എഴുതണം. ഉരീദു അൻ അദ്ഹബ ഇല സൂഖ് എന്ന് എഴുതാം. എവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലേ? പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വാക്കുകളുണ്ട്. ഇല്ലെങ്കിൽ ഉരീദു അൻ അദ്ഹബ എന്ന് മാത്രം പറഞ്ഞാലും മതി. ഉരീദു അൻ അദ്ഹബ ഇവിടെ വയ്ക്കാം. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ബാബു, സാബു, ഇല ഐൻ എവിടേക്കാണ്, ലിമ എന്തിനാണ്, മൻ മഅക ആരാണ് കൂടെ, മത്ത എപ്പോഴാണ്, തർജിഉ മടങ്ങി വരിക, അർജിഉ ഞാൻ മടങ്ങി വരും. അപ്പൊ ഈ വാക്കുകളാണ് അവിടെ വെക്കേണ്ടത് അല്ലെ? ഞാൻ ആദ്യം പറഞ്ഞു എന്ത്? ഉരീദു അൻ അദ്ഹബ, അതാര് പറഞ്ഞതാ? ബാബു. അത് നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ ഉമ്മ ചോദിക്കും എവിടേക്കാന്ന് ചോദിക്കും. എവിടേക്കാന്ന് എങ്ങനെ ചോദിക്കുന്നത്? ഇല ഐൻ, ഈ വാക്ക് നമുക്ക് ഇവിടെ എഴുതണം. അപ്പൊ എന്ത് പറയും സാബു അല്ലെ? ബാബു എന്ത് പറയും? ഇലസൂഖ് അല്ലെ? ഈ ഇലസൂഖ്, ഈ വാക്ക് എവിടെ എഴുതണം? ഇവിടെ എഴുതണം കേട്ടോ. അപ്പൊ ഇവിടെ ബാബു, പിന്നെ ഉമ്മ, ബാബു, പിന്നെ ഉമ്മ, പിന്നെയും ബാബു, പിന്നെ ഉമ്മ, അങ്ങനെ ബാബു ഉമ്മ താഴേക്ക് എഴുതണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എത്ര പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇലസൂഖ് അല്ലെ? ഇല അസൂഖ്, അതെവിടെ എഴുതണം? ഇവിടെ ബാബു എന്ന് എഴുതിയിട്ട് എഴുതണം അല്ലേ? അപ്പോ ഉമ്മ ചോദിക്കുമെന്ത്?
വീണ്ടും ഉമ്മ ചോദിക്കും മൻ മഅക, ആരാണ് നിന്റെ കൂടെ? അത് നമ്മൾ എവിടെ എഴുതണം? മൻ മഅക, മൻ മഅക, നമുക്കത് ഇവിടെ കൊടുക്കാം. ഉമ്മ ചോദിച്ചത്. അപ്പൊ ആരാണ് കൂടെയുള്ളത്? സാബു ആണെന്നല്ലേ പറഞ്ഞത്? സാബു എന്ന് ഇവിടെ എഴുതണം അല്ലേ? അപ്പൊ വീണ്ടും ഉമ്മ ചോദിക്കും എന്തിനാണ് പോകുന്നത്? അത് വേണമെങ്കിൽ ഇവിടെയും ചോദിക്കാം. ലിമ, ഉമ്മ ചോദിക്കും ലിമ, എന്തിനാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? എന്തിനാണ്? അനഷ്തരിയ അല്ലെ? എവിടെ ഉണ്ടല്ലോ, ഉരീദു അനഷ്തരി കിതാബൻ, ഈ വാക്ക് എഴുതണം കേട്ടോ. ഉരീദ. പിന്നെ വീണ്ടും ഉമ്മ ചോദിക്കുന്നത് മത തർജിഉ, അതൊരു സെന്റൻസിലൂടെ കൊടുക്കണം. എപ്പം മടങ്ങി വരുമെന്ന് ചോദിക്കുന്നു. അപ്പൊ സമയം എത്ര എഴുതണം? അർജു അസ്സാത്തിൽ ഖാമിസ, 5 മണിക്ക് മടങ്ങിയെത്തുന്നു അല്ലേ? അർജിഉ, അർജിഉ ഫിസ്സാത്തിൽ ഖാമിസ, അതുകൂടി ഉണ്ട് അർജിഉ. അത്ര എഴുതിയാൽ നമ്മുടെ ഹിവാറ് പൂർത്തിയായി. ഓക്കെ. ഇനി അഞ്ചാമത്തെ നഖറഉൽ ബൈത്ത് വനുക്മിൽ വനക്തുബുൽ അബയാത്തൽ ജദീദ. ഇവിടെ ബൈത്ത് നോക്കുക, അതുപോലെ വേറെ ബൈത്ത് ഉണ്ടാക്കണം, പദ്യം. ഖാലൽ വലദു ഉസ്ഫൂരി അനസദീഖുക ഉസ്ഫൂരി നഫറഹു നംറഹു നംസഹു ലൽഅബ് യദ്ഹഖു ദൗമൻ ഉസ്ഫൂരി. അങ്ങനെ പറയാം. ഖാലൽ വലദു അർനൂബി അനസദീഖുക, ഏത് വരും? അർനൂബി തന്നെ ഇവിടെ എഴുതി കൊടുക്കണം അല്ലേ? പിന്നെ നംറഹു നഫറഹു നംറഹു നംസഹു നൽഹബ്, എന്താണ്? നൽഹഖ്, ഈ വാക്ക് അല്ലേ? നൽഹഖ് ദൗമൻ അർനൂബി. പിന്നെ അടുത്ത ഏതായിരിക്കും അപ്പോ? ഖാലൽ വലദു അല്ലെ? ഈ വാക്ക് ഖാലൽ വലദു ത്വാവൂസി അനസ്വദീഖുക അല്ലേ? അനസ്വദീഖുക ത്വാവൂസി, ഇവിടെ എഴുതണം അല്ലേ? അടുത്ത വാക്ക് ഇത് മുഴുവൻ ഇവിടെ എഴുതണം. ഏത്? ഇത്രയും സാധനം അല്ലേ? ഇത്രയും ഇവിടെ എഴുതണം. നഫ്രഹു നംറഹു നംസഹു നൽഅബ് എന്ന് ഇവിടെ എഴുതുക. പിന്നെയോ നൽഹഖ് ദൗമൻ, ഈ വാചകങ്ങൾ അതും ഇവിടെ എഴുതും. ഓക്കെ, മനസ്സിലായ മക്കളെ? ഇത്രേ ഉള്ളൂ. ഇനി നക്തുബുൽ അബിയാത്തിൽ അസ്മായി താലിയ, താഴെയുള്ള വാക്കുകൾക്കും കൂടി എന്ത് ചെയ്യണം? ഇതുപോലെ കവിത എഴുതണം. ബബാഇ എന്ന് വെച്ചിട്ട് എഴുതണം. എങ്ങനെ എഴുതണം? ഇതുപോലെ തന്നെ എഴുതണം, ഒരു മാറ്റമില്ല. എന്ന് പറയുന്നത് കാലൽ വലതു ബബാഇ അനസുദീഖുക ബബാഇ നഫ്റഹു നംറഹു നൽഹബ് നംസഹു നൽഹബ് നൽഹഖു ദൗമൻ ബബാഇ. സിമ്പിൾ ആ പരിപാടി. സിഞ്ചാബി എഴുതുമ്പോഴോ കാലൽ വലതു സിഞ്ചാബി അനസദീഖുക സിഞ്ചാബി നഫ്റഹു നംറഹു നംസഹു നൽഹബ് നൽഹഖു ദൗമൻ സിഞ്ചാബി. ഇത്രേ ഉള്ളൂ. ഒരു സിഞ്ചാബി വാക്ക് മാത്രം ചേർത്താൽ മതി. ഇനി അടുത്തത് നക്തുബുൽ അൽഫാദൽ മുനാസിബ, അല്ലെങ്കിൽ ഈ പ്രവർത്തനം ചെയ്യാം. എന്താണ് ഇതിനെന്താ പറയാ? സൂസ് അല്ലെ? കോഴിക്കുഞ്ഞ്. മഹാദ ജവ്വാൽ ഓ മഹാദ ബൻതലൂൻ, പഠിച്ച വാക്കുകൾ അല്ലേ? ഇനി അടുത്തത് ഇവിടെ എന്താണ്? റാഷിദ് ബുക്ക് അഖദ, അഖദ റാഷിദുൻ അൽ കിതാബ്. ഇവിടെ അഖദയാണ് അല്ലേ? ഈ കുട്ടി എന്ത് ചെയ്ത്? സഖത അൽ വലദ്, കുട്ടി വീണു. വീണു എന്നുള്ളത് നമ്മൾ പഠിച്ച വാക്ക് സഖത. ഓക്കെ അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇത്രയാണ് മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നന്നായി പഠിക്കുക, റെഡി ആവുക. ഫുൾ മാർക്ക് കഴിഞ്ഞു കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.